ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് വന്നിരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ മോനെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചിരിക്കുകയാണ് കുറച്ച് സമയം. എല്ലാ ദിവസവും രാവിലെ ഇതാണ് നമുക്ക് പണി കിട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവന് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവന് കുറച്ച് നേരം കളിച്ചിരിക്കും. കാരണം അവൻ ഉറങ്ങുന്ന സമയം വരെ നമ്മൾ അവൻ്റെ കൂടെ ഇരിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് അവന്. ഒറ്റ കളിച്ചെടുക്കുന്ന സ്വഭാവമൊന്നുമില്ല. അപ്പോൾ അവന് ഉറങ്ങിയിട്ട് ഞാൻ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ചീയപ്പാട്ടോ, നിങ്ങൾ കലക്കിപ്പാറിന് അപ്പമെന്നും പറയും, അല്ലെങ്കിൽ നിർദ്ദേശ എന്നൊക്കെ പറയുന്ന അപ്പാണ് ഇന്ന് രാവിലെ ഉള്ളത്. അപ്പോൾ ദോശ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് പുറത്തിട്ടോ. നമ്മളെ കിച്ചണിലുള്ള വ്യൂ ആണിത്. അപ്പോൾ നല്ല ഇടിയും മഴയുണ്ട് രാവിലെ തന്നെ. അപ്പോൾ നമുക്ക് മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു, 2-3 ദിവസം ഇടിയും മഴകളൊക്കെ ഉണ്ടാവുമെന്ന്. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ രാത്രി വെച്ച് ചിക്കൻ കറിയുടെ കുറച്ച് ബാക്കിയുള്ളതാണ്. അപ്പോൾ അത് രാവിലെ എടുക്കാമെന്ന് വെച്ചിട്ട് അത് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പം ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ നിൽക്കുകയാണ്. ചിക്കൻ കറി നിന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. കറി രൂപത്തിലല്ല, ജസ്റ്റ് മസാല രൂപത്തിലാക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നപ്പോൾ ഞാൻ മോന് ഉണർന്നിക്കണമെന്ന് വന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ശബ്ദം ഉണ്ടാക്കാതെ പോയി നോക്കിയതാണ്. അപ്പോൾ ഉണർന്നിട്ടില്ല. അപ്പോൾ എനിക്ക് കിടന്നുറങ്ങി തന്നെയാണ്. കാരണം അവൻ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ പണിയൊക്കെ നടക്കുകയുള്ളൂ. അവൻ എണീറ്റ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. ഞാൻ ഉറങ്ങുന്ന സമയത്ത് അവൻ്റെ കുറച്ച് എന്നത്തെയും പോലെ തന്നെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായി വാഷ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാമെന്ന് കരുതി. കാരണം ഇത് മെഷീൻ ഇട്ട് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, കാരണം അത് നന്നായിട്ട് അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഞാനത് വാഷ് ചെയ്യാതിരുന്നു. അങ്ങനെ വാഷിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇക്ക വന്ന് കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് പോകണം. അപ്പോൾ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു. ഉച്ചയ്ക്ക് നമുക്ക് ലൈറ്റായിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. ചോറും കുമ്പളങ്ങക്കറിയും, അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു, പിന്നെ കാബേജ് തോരൻ ഉണ്ടായിരുന്നു. ഞാൻ ലൈറ്റായിട്ട് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 മണി ഒരു 4:30 ആയപ്പോൾ എനിക്ക് ഭയങ്കര ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ പോയി. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലിരിക്കുന്നത്. ഞാൻ അതൊക്കെ കട്ട് ചെയ്ത്, പിന്നെ കുറച്ച് ചിക്കൻ വന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്താണ് ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ച് പിന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പം ഇങ്ങനെ ഇത് നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തോട്ടുള്ള വഴിയാട്ടോ. അപ്പം അങ്ങനെ പുറത്തോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്ലാനിങ് ഒന്നുമില്ല. മോന് കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, 2-3 ഡ്രസ്സ് എടുക്കണം. പിന്നെ അവൻ്റെ ഷോപ്പിങ്ങിന് മെയിനായിട്ട്, അല്ലാതെ വേറെ ഐഡിയാസ് ഒന്നുമില്ല. നമ്മുടെ അടുത്ത് തന്നെ ഒരു ബേബി ഷോപ്പ് ഉണ്ട് കേട്ടോ. ബേബി ഷോപ്പിൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. നല്ല ഷോപ്പാണ്. നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും, ബേബിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ഡ്രസ്സാണെങ്കിലും ആക്സസറീസ് ആണെങ്കിലും എല്ലാതും അവർക്ക് വേണ്ട ബെഡ്ഷീറ്റ് കാര്യങ്ങൾ, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അതേപോലെ ഒരു മാക്സിമം ഒരു 5 വയസ്സുള്ള കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി കളക്ഷൻസും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ക്രൈയിലൊക്കെ പോയി ട്രൈ ചെയ്തു, പക്ഷെ അവിടെയെങ്ങാണ്ട് കണക്ഷൻ എനിക്ക് ഇവിടെ തോന്നി കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ചെറിയൊരു ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. ഫുഡെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ഫുഡൊന്നുമല്ല, നമ്മൾ ചെറിയ രീതിയിൽ ഫുഡ്. കാരണം ഉമ്മ വിളിച്ച് പറഞ്ഞു ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അധികം പുറത്തുനിന്ന് കഴിക്കണ്ട, നമുക്ക് വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് കഴിച്ചിട്ട് ഇതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.